ഇപ്പോൾ കാണുന്നത് രാജ്യസഭയും ലോക്സഭയും പിരിഞ്ഞു. രാഹുൽ ഗാന്ധി, ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അഖിലേഷ് യാദവിനെ ഉൾപ്പെടെ നമുക്ക് മുൻനിരയിൽ കാണാം. ഇന്ത്യ സഖ്യ നേതാക്കളും MP-മാരും വലിയ പ്രതിഷേധത്തിലേക്ക്, പരസ്യമായ പ്രതിഷേധത്തിലേക്ക്, സഭയ്ക്ക് പുറത്തെ പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി. ആദ്യ ദിനങ്ങളെല്ലാം ബഹളമയമായി മാറി. സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. 19 ദിവസത്തേക്കാണ് സഭ സമ്മേളിക്കുന്നത്. പക്ഷേ സഭയുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഓരോ ദിവസവും കാര്യങ്ങൾ. സഭയ്ക്ക് പുറത്തെ സംഭവവികാസങ്ങളാണ് സഭാ നടപടികളെയും തടസ്സപ്പെടുത്തുന്നത്. നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് ഗൗരവത്തിലുള്ള ഇടപെടൽ വേണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സോണിയാഗാന്ധിയും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോൾ പാർലമെന്റ് കവാടത്തിൽ ഉണ്ട്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, പാർലമെന്റ് പുറത്തും വലിയ പ്രതിഷേധമാണല്ലോ, പ്രതിപക്ഷ പ്രതിഷേധമാണല്ലോ കാണുന്നത്. വിഷ്ണു, BJP-യുടെ സമരത്തിന്റെ പുറത്തും വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട് പോലീസ്. അതിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസം തന്നെ നടത്തുകയാണ്. നേരത്തെ പശ്ചിമ ബംഗാളിൽ നിന്ന് ഉൾപ്പെടെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന CRPF ഉദ്യോഗസ്ഥരെ ജന്തർമന്ദറിലും സമീപ പ്രദേശത്തും വിന്യസിച്ചിട്ടുണ്ട്. 30 കമ്പനി ഉദ്യോഗസ്ഥരെയാണ് അധികമായി ഡൽഹിയിലെ CJP സമരം നേരിടുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഡൽഹിയിലെ പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനുകളെല്ലാം അടച്ചുകൊണ്ട് മറ്റൊരു നീക്കം ഈ പറയുന്നത് പോലെ CJP-യുടെ ഭാഗത്തു നിന്നോ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും നിലവിൽ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ പോലീസും നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളതായും എന്തായാലും വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്നതിന് മുൻപ് തന്നെ ഈ സമരപ്പന്തലിലേക്ക് അല്ലെങ്കിൽ സമരവേദിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് തടയാൻ മെട്രോ സ്റ്റേഷനുകൾ അടക്കം അടച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്റർനെറ്റ് നിരോധനവും ഡൽഹിയുടെ തലസ്ഥാന ഭാഗത്ത് തന്നെ അല്ലെങ്കിൽ നഗര ഹൃദയത്തിൽ തന്നെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പ്രധാനമായും ജന്തർ മന്ദറിന്റെ സമീപ പ്രദേശങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ ഇന്റർനെറ്റ് സേവനം ലഭ്യമാവുന്നില്ല. പാർലമെന്റ് കവാടത്തിൽ വലിയ പ്രതിഷേധമാണ്. നേരത്തെ ഇന്ത്യ സഖ്യ MP-മാർ നേർക്കുനേർ എത്തിയിരുന്നു. കുന്തും തള്ളും കയ്യാങ്കളിയും ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ വഴുതിപ്പോകുന്നു എന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ പാർലമെന്റ് ഇരുസഭകളും തടസ്സപ്പെട്ടു. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള MP-മാരെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ വഴിയൊരുക്കുകയാണ്. പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ സംഘർഷമായി മാറുമോ? അങ്ങനെ ഉണ്ടായാൽ അത് വലിയ നാണക്കേടായി മാറും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ പാർലമെന്റിലാണ് ഇപ്പോൾ സാധാരണ കാണാത്ത തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇരുപക്ഷ MP-മാരും നേരത്തെ മുഖാമുഖം എത്തിയതാണ്. അതിന് പിന്നാലെ നടപടികൾ തടസ്സപ്പെട്ടു. പാർലമെന്റിനുള്ളിലും ഇരുസഭകളിലും. അതിനുശേഷം MP-മാർ പുറത്തേക്ക് പ്രതിഷേധവുമായി ഇറങ്ങുകയാണ്. ഇന്ത്യ സഖ്യ പ്രതിഷേധത്തിന് മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവർ നേതൃത്വം നൽകുകയാണ്. കേരളത്തിലുള്ള MP-മാർ ഉൾപ്പെടെ നേതൃത്വം നൽകുകയാണ്. അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ്. അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രതിഷേധം ഡൽഹിയിൽ തുടരുകയാണ്. കൂടുതൽ പ്രതിഷേധക്കാർ ഓരോ ദിവസവും പ്രത്യേകിച്ച് വൈകുന്നേരങ്ങൾ ഡൽഹിയിലേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘർഷ സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ജന്തർ മന്ദറിൽ സംഘർഷാന്തരീക്ഷം ഇതുവരെയും രൂപപ്പെട്ടിട്ടില്ല. പ്രതിഷേധം പക്ഷേ തുടരുകയാണ്. അതിനിടയിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കർശനമായ ഇടപെടൽ ഉണ്ടാകുമെന്നും ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെ കേസുകൾ മാറ്റുമെന്നും നരേന്ദ്രമോദിയുടെ പ്രതികരണവും വന്നു.